IPLൽ ലക്നൗ സൂപ്പർ ജയന്റ്സിനെതിരെ മുംബൈ ഇന്ത്യൻസ് താരം തിലക് വർമ്മ റിട്ടയേർഡ് ഔട്ടായി മടങ്ങിയത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. കളിക്കളത്തിൽ പല താരങ്ങളും റിട്ടയേർഡ് ഹർട്ടായിട്ടുണ്ടെങ്കിലും അപൂർവമായി മാത്രമാണ് ഒരു താരം റിട്ടയേർഡ് ഔട്ടാകുന്നത്. റിട്ടയേർഡ് ഹർട്ടും റിട്ടയേർഡ് ഔട്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ താഴെ നൽകുന്നു. റിട്ടയേർഡ് ഹർട്ട് ഒരു താരത്തിന് പരിക്കേറ്റതുകൊണ്ടോ ഒഴിവാക്കാൻ കഴിയാത്ത മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ തന്റെ ബാറ്റിംഗ് തുടരാൻ കഴിഞ്ഞില്ലെങ്കിൽ റിട്ടയേർഡ് ഹർട്ടാകാം. ഇതിന് അമ്പയറുടെ അനുമതി ആവശ്യമാണ്. ഈ താരത്തിന് എപ്പോൾ വേണമെങ്കിലും ബാറ്റിംഗ് പുനരാരംഭിക്കാം. റിട്ടയേർഡ് ഔട്ട് അമ്പയറുടെ അനുമതിയില്ലാതെ ക്രീസ് വിടുന്ന താരങ്ങളാണ് റിട്ടയേർഡ് ഔട്ടിലേക്ക് നീങ്ങുന്നത്. എതിർ ടീമിന്റെ അനുമതിയുണ്ടെങ്കിൽ ഇത്തരം താരങ്ങൾക്ക് വീണ്ടും ബാറ്റ് ചെയ്യാം. എന്നാൽ താരം വീണ്ടും ക്രീസിലെത്തുന്നില്ലെങ്കിൽ അത് റിട്ടയേർഡ് ഔട്ടായി പരിഗണിക്കാം. ബാറ്റിംഗ് ശരാശരി കണക്ക് കൂട്ടുമ്പോൾ നോട്ട് ഔട്ട് ആണെങ്കിൽ ഒരു താരത്തിന്റെ ആവറേജ് വർദ്ധിക്കും. അതുകൊണ്ടാണ് അനുമതിയില്ലാതെ ക്രീസ് വിടുന്നവർ റിട്ടയേർഡ് ഔട്ടാകുന്നത്. IPLൽ റിട്ടയേർഡ് ഔട്ടാകുന്ന നാലാമത്തെ താരമാണ് തിലക് വർമ്മ. മുൻപ് രവിചന്ദ്രൻ അശ്വിൻ, സായ് സുദർശൻ, അഥർവ തായിഡെ എന്നിവരും റിട്ടയേർഡ് ഔട്ട് എന്ന തന്ത്രം പ്രയോഗിച്ചിരുന്നു. ലക്നൌവിനെതിരെ തിലക് ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. അവസാന 7 പന്തിൽ മുംബൈക്ക് വിജയിക്കാൻ 24 റൺ വേണമെന്നിരിക്കെയാണ് തിലക് തന്റെ വിക്കറ്റ് സ്വയം നഷ്ടപ്പെടുത്തിയത്. മത്സരത്തിൽ റൺസെടുക്കാൻ പാടുപെട്ട തിലക് നിർണായക സമയത്തും വമ്പൻ ഷോട്ടുകൾ എടുക്കാൻ പാടുപെട്ടപ്പോഴാണ് റിട്ടയേർഡ് ഔട്ടായി മടങ്ങിയത്. കളിയിൽ 23 പന്തിൽ 25 റൺ നേടാനേ തിലകിന് കഴിഞ്ഞുള്ളൂ. തിലക് പുറത്തായെങ്കിലും മുംബൈക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. ലക്നൗ 12 റൺസിന് വിജയിച്ചു.